اللهم أكرمنا لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العظيم. എല്ലാവരും ആത്മീയതയോടുകൂടി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ മാഊൻ. മാഊൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളാണ്, പരോപകാര വസ്തുക്കൾക്ക് ഉപകാരമുള്ള വസ്തുക്കളാണ്. അതായത് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കളവാക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ദീനിനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ നാളത്തെ ഹിസാബിനെയും മഹ്ശറ മൻസറിനെയും ആഖിറത്തിനെയും ഒക്കെ കളവാക്കുന്ന ആളുകൾക്ക് കുറച്ച് അടയാളങ്ങളാണ്. ആ അടയാളങ്ങളാണ് ഈ സൂറത്തിൽ അല്ലാഹു പറയുന്നത്. അതായത് അല്ലാഹു ഈ സൂറത്തിന്റെ മൊത്തത്തിൽ പറയുന്നത് മനുഷ്യന്റെ സ്വഭാവവും, മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവവും അവന്റെ അമലുകളും രണ്ടും ഒരുപോലെ നോക്കണം. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പക്ഷെ ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ, അതായത് മോശപ്പെട്ട സ്വഭാവത്തിനുടമയാണെങ്കിൽ ആ അമലുകൾ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയേക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഹുസ്നുൽ ഖുലുഖ്, ഏറ്റവും നല്ല സ്വഭാവത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഒബിബൈതിൻ ഫീ അഅലൽ ജന്നതി ലിമൻ ഹസന ഖുലുഖുഹു. ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണ്. ഇതിൽ നബി നമ്മൾ പറയുന്നുണ്ട്, സ്വർഗ്ഗത്തിന്റെ താഴെ തട്ടിൽ ഇന്നാലിന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട് കൊടുക്കുന്നുണ്ട്. അതിന്റെ മധ്യഭാഗത്ത് അല്ലാഹു ചില ആളുകൾക്ക് വീട് കൊടുക്കുന്നുണ്ട്. എന്നാൽ സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു വലിയ ഉന്നതമായ സ്ഥാനം അല്ലാഹു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീട് കൊടുക്കുന്നത് ലിമൻ ഹസന ഖുലുഖുഹു. ഒരുത്തന്റെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ ആ സ്വഭാവം നന്നാക്കിയവനാണ് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനം കൊടുക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ നബി നമ്മളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഉദാത്തമായ നല്ല സ്വഭാവത്തിനുടമയാണ്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കളവാക്കുന്ന ആളുകൾ, വിശുദ്ധമായ മഹ്ശറയെയും വിശുദ്ധമായ ആഖിറത്തിനെയും കളവാക്കുന്ന ആളുകളിൽ ചില അടയാളങ്ങളുണ്ട്. അതാണ് അല്ലാഹു പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നബിയെ, ദീനിനെ കളവാക്കുന്ന ആളുകളെ കണ്ടില്ലയോ? ആരാണ് ദീനിനെ കളവാക്കുന്നവർ? ഫദാലികല്ലദീ യദുഉൽ യതീം. ദീനിനെ കളവാക്കുന്ന ആളുകളുടെ ആദ്യത്തെ സ്വഭാവമാണ് യതീമുകളെ ആട്ടിയോടിക്കുക എന്നുള്ളത്, അവരെ പരിഗണിക്കാതെ അവഗണിക്കുക എന്നുള്ളത്. അല്ലാഹു യതീമുകളെ പരിഗണിക്കാൻ തൗഫീഖ് നൽകട്ടെ. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന വകാഫിൽ യതീമി ഫിൽ ജന്നതി
جنتك هكذا وأشار إليه بالسبابة والوسطى أو كما قال رسول الله صلى الله عليه وسلم. ഞാൻ വകാഫിലുൽ യതീം, യതീമിനെ സംരക്ഷിക്കുന്നവൻ ഹാക്കദ ഇപ്രകാരമാണ്. നബിതങ്ങൾ അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ കാണിച്ചിട്ട് ഇതുപോലെയാണ് ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവന്റെ സ്ഥാനം ഇതുപോലെയാണ്, ഞാനും അവനും അത്ര അടുപ്പത്തിലായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ യതീമിനെ സംരക്ഷിക്കുന്നവൻ, അനാഥകളെ സംരക്ഷിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് സ്വർഗ്ഗത്തിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സഹവാസമാണ്. നബിതങ്ങൾ യതീമായിട്ടായിരുന്നല്ലോ വളർന്നത്, അല്ലേ? ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യതീമുകളെ പരിഗണിക്കുന്നത് അത് ദീനിനെ സംരക്ഷിക്കുന്നവനെ, ദീനിനെ കാത്തു സൂക്ഷിക്കുന്നവന്റെ ഒന്നാമത്തെ അടയാളമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവൻ യതീമുകളെ ആട്ടിയോടിക്കുന്നവനാണ്, ദീനിനെ കളവാക്കുന്നവൻ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, രണ്ടാമത്തെ വിഭാഗം മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അവർ പ്രേരിപ്പിക്കുന്നില്ല. പാവപ്പെട്ടവർക്ക് റിസ്ക് കൊടുക്കുന്ന വിഷയത്തിൽ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അവർ താല്പര്യം കാണിക്കുന്നില്ല, അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നില്ല. ആരെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ തന്നെ അത് മുടക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അത് അവർ കൊടുത്തു കിട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞത് ഈ രണ്ടായത്തുകളിൽ പറയുന്നത് ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അശരണരായ ആളുകൾ, അവരെ നിങ്ങൾ ആദ്യം സംരക്ഷിക്കാൻ പഠിക്കണം. ആദ്യം അവരെ നമ്മൾ ഏറ്റെടുക്കാൻ ശ്രമിക്കണം. യതീമുകളെ നമ്മൾ സംരക്ഷിക്കണം. പാവങ്ങളെ നമ്മൾ അവർക്ക് അന്നം കൊടുക്കാനുള്ള അവരുടെ അന്നത്തിന്റെ വക നമ്മൾ കണ്ടെത്തി കൊടുക്കണം, അവരെ സഹായിക്കണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വലിയ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അവർ പ്രേരിപ്പിക്കുന്നില്ല. ആരെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പോയാൽ തന്നെ അവർക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ രണ്ടടയാളങ്ങൾ അല്ലാഹു പറയുകയാണ്. മൂന്നാമത്തെ അടയാളം ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട വിഷയമാണ്. അല്ലാഹു പറയുന്നു നിസ്കാരക്കാർക്ക് സകല നാശം, നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകം, അവർക്കാണ് സകല നാശം. എങ്ങനത്തെ നിസ്കാരക്കാർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നിസ്കാരത്തിൽ അശ്രദ്ധരാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു ഈ ആയത്ത് അല്ലദീന ഹും അൻ സ്വലാത്തിഹിം, നിസ്കാരത്തിൽ തൊട്ട് അശ്രദ്ധരാണ്. ഫീ സ്വലാത്തിഹിം എന്നല്ല, നിസ്കാരത്തിലെ ശ്രദ്ധവാന്മാരെ എന്നല്ല. അങ്ങനെ കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ നിസ്കാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കാരണം നിസ്കാരത്തിൽ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യരാണ്, സ്വാഭാവികമായും പൂർണ്ണമായും അല്ലാഹുവിനെ നമുക്ക് ആലോചിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. മാക്സിമം നമ്മൾ ശ്രമിക്കും. മനുഷ്യനാണ്, മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ ചിന്തയും വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഖുശൂഅ് എത്രത്തോളം അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഭയഭക്തി എത്രത്തോളം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടുക. നമ്മൾ മാക്സിമം ശ്രമിക്കണം. മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ ചില വിഷയങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയെന്നവരാണ്. അല്ലാഹു പുറത്തു തരട്ടെ. അപ്പോൾ ഈ ആയത്ത് പറയുന്നത് അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരം കൃത്യസമയത്ത് നിലനിർത്താതെ അതിനെ ഖളാഅ് ചെയ്യുന്ന ആളുകൾ, അതിനെ കൃത്യസമയത്ത് പരിഗണിക്കാതെ, അല്ലാഹു പറഞ്ഞ സമയത്ത് നിർവഹിക്കാതെ അതിനെ തൊട്ട് അശ്രദ്ധവാന്മാരാകുന്ന ആളുകൾ, അവർക്ക് വൈലെന്ന നരകമാണ്, അവർക്ക് നാശമാണെന്ന് ശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരങ്ങളെ തൊട്ട് സാഹൂൻ, അവർ അശ്രദ്ധരാണ്, അവർ ശ്രദ്ധിക്കുന്നില്ല, നിസ്കാരത്തിന്റെ സമയം അവർ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കാൻ അവർ തയ്യാറാകുന്നില്ല.
ഖുർആനിൽ പലയിടങ്ങളിൽ അല്ലാഹു മുനാഫിഖുകളുടെ അടയാളങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു ഖുസാല. നിസ്കാരത്തിന്റെ വിഷയത്തിലേക്ക് അവർ എഴുന്നേറ്റ് വന്നാൽ, അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി അവർ തയ്യാറായാൽ ഖാമു ഖുസാല, പട്ടിപിടിച്ചിട്ടായിരിക്കും എന്തെങ്കിലും ഒന്ന് കുറ്റിമറിഞ്ഞ് നിസ്കാരം തീർക്കാൻ നോക്കുന്നവരാണ് മുനാഫിഖുകളുടെ അടയാളം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിസ്കരിക്കാൻ വേണ്ടി ഒഴുകി വന്നാൽ എങ്ങനെയെങ്കിലും അല്ലാഹു ഫർളാക്കിയതല്ലേ 4 റക്അത്ത് അല്ലെങ്കിൽ സുബഹി 2 റക്അത്ത്, ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നിസ്കരിച്ചാൽ എൻ്റെ കടമ വീടുമല്ലോ എന്നുള്ള നിലയ്ക്ക് കടമ മാത്രം തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ മടി പിടിച്ചിട്ട് അവര് ആ നിസ്കാരത്തിന് വേണ്ടി കടന്നു വരും. അങ്ങനെയുള്ള ആളുകൾ മുനാഫിഖുകളാണെന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം. അല്ലാഹു നമ്മുടെ ഈമാനിനെ നിറച്ചു തരട്ടെ. നിസ്കാരത്തിന്റെ വിഷയം വളരെ ഗൗരവമാണ്. അതുകൊണ്ടാണ് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് പോലും അവസാനമായി അവിടുന്ന് പറഞ്ഞത് ഉമ്മത്തി ഉമ്മത്തി അസ്സലാം. നബിതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോഴും അവസാന സമയത്ത് നബിതങ്ങൾ ഉമ്മത്തിനോട് പറഞ്ഞ വസിയ്യത്ത് ഉമ്മത്തി ഉമ്മത്തി അസ്സലാം. നിസ്കാരത്തിന്റെ വിഷയം നിങ്ങൾ ഗൗരവം ശ്രദ്ധിക്കണേ, നിങ്ങളെ നിസ്കാരത്തെ സൂക്ഷിക്കണേ, അതിന്റെ വിഷയത്തിൽ നിങ്ങൾ അമാന്തത കാണിക്കരുത്, അലംഭാവം കാണിക്കരുത്, അലസത കാണിക്കരുത്, അത് കൃത്യമായി നിർവഹിക്കണേ എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഗൗരവമാണ് നിസ്കാരത്തിന്റെ വിഷയം. അല്ലാഹു നല്ല രൂപത്തിൽ ഖുശൂഅോടുകൂടി നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂനിന്റെ പ്രാരംഭത്തിൽ അല്ലാഹു പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനത്തെ മുഅ്മിനീങ്ങൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തരായ മുഅ്മിനീങ്ങൾ, നിസ്കാരത്തിൽ പരിപൂർണ്ണ ഖുശൂഅോടുകൂടി പരിപൂർണ്ണമായി അല്ലാഹുവിന്റെ മുമ്പിൽ കീഴടങ്ങിയിട്ട് റബ്ബിനെ മാത്രം ആലോചിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പരിപൂർണ്ണ വിജയം അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും അവർ വിജയികളാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നിസ്കാരത്തിൽ അവർ നല്ല ഭയഭക്തിയുള്ളവരാണ്. അവർ ഖുശൂഅോടുകൂടി നിസ്കരിക്കും, നല്ല ഭയഭക്തിയോടുകൂടി നിസ്കരിക്കും എന്ന് അല്ലാഹു മുഅ്മിനീങ്ങളുടെ അടയാളത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ദീനിനെ കളവാക്കുന്നവരുടെ രണ്ടടയാളങ്ങൾ കൂടി അല്ലാഹു പറയുന്നു, വല്ലദീന ഹും യുറാഊൻ. എന്ത് വിഷയം ചെയ്താലും ആളുകളെ കാണിക്കാൻ വേണ്ടി, റിയാഇന് വേണ്ടി ചെയ്യുക. എന്ത് അമൽ ചെയ്താലും റിയാഇന് വേണ്ടി ചെയ്യുന്ന ആളുകളെ കാണാൻ, നാലാളുകളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ അവരും ദീനിനെ കളവാക്കുന്നവരാണ് എന്ന് അല്ലാഹു പറയുകയാണ്. അല്ലാഹു രക്ഷിക്കട്ടെ. ശിർകുൽ അസ്ഗർ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റിളാ വേണമെങ്കിൽ അമൽ ചെയ്യുമ്പോൾ അമൽ സ്വാലിഹായ അമൽ ചെയ്യണം. ആ സ്വാലിഹായ അമൽ ചെയ്യുമ്പോൾ അതിൽ അല്ലാഹുവിനോട് ഒരു വ്യക്തിയെ നമ്മൾ പങ്കു ചേർക്കരുത്. ഒരാളും കാണാൻ വേണ്ടി ഒരു അമൽ നമ്മൾ ചെയ്യരുത്. പരിപൂർണ്ണ ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിൽ നമ്മൾ ഉണർത്തുന്നുണ്ട്. അപ്പം ആളുകളെ കാണിക്കാൻ വേണ്ടി അമലുകൾ ചെയ്യുന്ന ആളുകൾ അവർ ദീനിനെ കളവാക്കുന്നവരാണ് എന്ന വിശുദ്ധമായ ഖുർആൻ. അവസാനമായി അല്ലാഹു പറയുന്നത് വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കളെ തടയുന്നവരാണ് അവർ. ആളുകൾക്ക് ഉപകാരമുള്ള വസ്തുക്കൾ അതാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അതിനെ തടയുക. അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് വെള്ളം കൊടുക്കുക, വെള്ളം ചോദിച്ചു വന്നവന് വെള്ളം തടയുക. അല്ലെങ്കിൽ മറ്റാവശ്യ സാധനങ്ങൾ ഫസീകൾ പറയുന്നുണ്ട്, ഇത് പറഞ്ഞത് നമ്മുടെ പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ, അതുപോലെ മറ്റു വായ്പ കൊടുക്കാൻ പറ്റുന്ന വസ്തുക്കൾ, ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചു വന്നാൽ അതിനെ തടഞ്ഞുകൊണ്ട് ഉപകാരം ചെയ്യുന്ന വസ്തുക്കളെ മറ്റുള്ളവന് വേണ്ടി തടയുക. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്ന് ശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഒരു പേര് തന്നെ ഇട്ടത് അൽ മാഊൻ, പരോപകാര വസ്തുക്കൾ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. മനുഷ്യന് ഉപകാരമുള്ള വസ്തുക്കൾ ഇതിനെ ഒരിക്കലും നമ്മൾ തടയാൻ പാടില്ല. ഏത് ഉപകാരമുള്ള വസ്തുക്കളാകട്ടെ, ആ ഉപകാരമുള്ള വസ്തുക്കൾ മനുഷ്യൻ ഒരാൾ ചോദിച്ചു വന്നാൽ അവന് തടയുന്നത് ദീനിന്റെ ഗുണത്തിൽപ്പെട്ടതല്ല.
അത് ദീനിനെ കളവാക്കുന്നവന്റെ അടയാളമാണ്. മനുഷ്യന് ഉപകാരമുള്ള വസ്തുക്കളെ തടഞ്ഞു വെക്കുക എന്നുള്ളത് ശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സൂറത്തിന്റെ ഒരു ആകത്തുക നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഒരു സാമൂഹ്യ ജീവിതത്തിൽ മുഅ്മിനായ ഒരു മനുഷ്യൻ അവൻ ഇടപഴകേണ്ട രൂപം, അവന്റെ സ്വഭാവ ഗുണം വളരെ വ്യക്തമായി വരച്ചു കാണിച്ചു തരികയാണ് ഈ സൂറത്തുൽ മാഊൻ. ഏതൊരു മനുഷ്യനും നമ്മൾ ഉപകാരം ചെയ്യണം. അത് സമൂഹത്തിൽ താഴെ തട്ടിലുള്ള പാവപ്പെട്ടവർക്കാണെങ്കിൽ അങ്ങനെ, അത് പിന്നെ യതീമുകൾക്കാണെങ്കിൽ അങ്ങനെ, മിസ്കീന്മാർക്കാണെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിൽ അങ്ങനെ, നോമ്പ് തുറക്കുന്ന വിഷയമായാലും ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും. ഒരുപാട് വലിയ ആശയവും അർത്ഥവുമുള്ള ഒരു സൂറത്താണ്. അതുപോലെ പരോപകാര വസ്തുക്കൾ, അതിനെ തടയുന്ന ആ ഒരു ഗുണം, അതിനെ തടയുന്ന ആ ഒരു ദുർഗുണം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ആര് എന്തൊരു ഉപകാരം ചെയ്യാൻ നമ്മോട് ചോദിച്ചാലും അഭ്യർത്ഥിച്ചാലും നമുക്ക് കഴിയുന്നത് മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ഒരു മനുഷ്യന്റെ ആവശ്യം, അവന്റെ സഹോദരന്റെ ആവശ്യം ഒരാൾ നിർവഹിച്ചു കൊടുത്താൽ അല്ലാഹു അവന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്റെ ഒരു ആവശ്യം കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽഅബ്ദു ഫീ ഔനി അഖീഹി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമ അവന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സഹായം അങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തെ രൂപീകരിച്ചെടുക്കുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനും സ്വാഭാവികമായും നമ്മിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആളുകളെ മനുഷ്യന്മാർ ഒരിക്കലും മറക്കില്ല. മരണപ്പെട്ടു പോയാലും അവരുടെ ഓർമ്മകളെന്നും നിലനിൽക്കും. അവർക്ക് വേണ്ടി ദുആകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. രണ്ടാളുടെ ദുആ നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ അങ്ങനെ നമ്മളൊരു ഉപകാരം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മുടെ മയ്യിത്ത് നിസ്കരിക്കാൻ നമ്മുടെ മയ്യത്തിന്റെ ചുവടിൽ നിൽക്കുമ്പോൾ അവന്റെ മനസ്സറിഞ്ഞുള്ള ഒരു ശഫാഅത്തിന്റെ ദുആ മതി. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവനിങ്ങനെ ആലോചിക്കണം, ജീവിതകാലത്ത് എനിക്ക് ഇങ്ങനെ ഇന്നാലിന്ന ഉപകാരങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അത് നമ്മുടെ കുടുംബത്തിനായാലും നമ്മുടെ മക്കൾക്കായാലും നമ്മുടെ സഹോദരങ്ങൾക്കായാലും മറ്റു മുഅ്മിനീങ്ങൾക്കായാലും മനുഷ്യർക്കായാലും സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ഉപകാരങ്ങൾ വലിയ പ്രതിഫലമുള്ളതാണ്. ശുദ്ധമായ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമൂഹ്യ പ്രതിബദ്ധതകൾ വളരെ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ ദീനിന്റെ ഏറ്റവും ഉദാത്തമായ ഗുണങ്ങളാണ്. ഇതൊക്കെ ഇല്ലാതിരിക്കുന്ന മനുഷ്യൻ ഇതൊന്നും അവന്റെ ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ചാൽ അവൻ ദീനിനെ കളവാക്കുന്നവനാണ്. അത്രയും ഗൗരവമാണ്. ദീനിനെ കളവാക്കുന്നവരാണ് അവൻ, ആഖിറത്തിനെ കളവാക്കുന്നവരാണ് അവൻ, മഹ്ശറിനെ കളവാക്കുന്നവരാണ് എന്ന വിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഈ നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞു കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനും റമളാനും അനുകൂലമായി സാക്ഷി വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും